ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മീനിൻ്റെ തല എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് മീനിൻ്റെ തല ഇതുപോലെ കട്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടി നമ്മൾ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ സവോള ഇടുക. സവോള ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി ഇതിങ്ങനെ ഇളക്കി ഒന്ന് വരണ്ട് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഇടുക. ഇപ്പം നല്ലതായിട്ട് തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റ് പോലെയായി. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി 4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ. എനിക്ക് എരിവ് ഇച്ചിരി കുറച്ച് മതി, അത് കാരണം 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ മണം പോകുന്ന വരെ, ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കുക. നല്ല പോലെയായി. ഇപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ 1 കുപ്പി വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കാം. തീ ഞാൻ കുറച്ച് വെച്ചായിരുന്നേ. ഇനി അത് ഇച്ചിരി കൂട്ടി വയ്ക്കുക. തിളയ്ക്കണമല്ലോ ഇനി അത് നന്നായിട്ട് തിളയ്ക്കണേ. ഒരു കുപ്പി വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് തികയില്ല. പിന്നെ 1 കുപ്പിയും കൂടിയും ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കുപ്പി വെള്ളം, 1.5 കുപ്പി വെള്ളം മതി കേട്ടോ. നമുക്കിവിടെ കുപ്പിയോ പാത്രങ്ങളൊന്നും. നമ്മൾ അരപ്പ് പച്ചക്കുത്ത് പോയി എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ കുറച്ച് വെച്ചാൽ തീ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്, തിളയ്ക്കണ്ടേ. അപ്പോൾ അതിലേക്ക് പുളി ഇട്ടു. അത്ര നല്ല പുളിയല്ല, ഞാൻ ഒരു 5-8 കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ പുളി, നാട്ടിലെ പോലെ പുളിയൊന്നും നല്ലത് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ചെറിയ പുളിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അങ്ങനെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട്, അതെടുത്തിടുക. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ മീനിൻ്റെ തല ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ തലക്കറി വെന്തു. നന്നായിട്ടുണ്ട്. നല്ല ഇച്ചിരി കുറുകി പോലെയൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, ഞാൻ ഈ ഇതുകൊണ്ട് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഒരു ഇച്ചിരി കൂടി ഉലുവ, പിന്നെ കായം, ഉലുവയും കായം, ചേർക്കുക. എന്നിട്ട് ഒരു തള വരണ വരെ അതിങ്ങനെ വയ്ക്കുക. ഉലുവയും കായും ചേർത്തു. ഉലുവയും കായും നല്ലതാണ് കേട്ടോ ചേർക്കണത്. നമുക്ക് മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഉലുവ ചേർക്കുമ്പോൾ. പിന്നെ കായം നല്ലതാണ്. ഏതെങ്കിലും മീൻ നമുക്ക് പിടിക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ കായം ഇട്ട് കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലതാണ്. ഓൾറെഡി കായം നല്ലതാണ്. അപ്പോൾ ഉലുവയും കായും ഇടാം. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ തലക്കറിയായി കേട്ടോ. ഓക്കെ, ബായ്.
അപ്പോൾ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ തലക്കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും കറി വെക്കണം, വെച്ചിട്ട് എന്നോട് പറയണം. ഓക്കെ, ബൈ.